റോഡിൽ കുത്തിയിരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കുകയാണ്. ഇവിടെ 4 വട്ടമാണ് ജലപീരങ്കി പ്രയോഗിച്ചത്. നേരത്തെ DCC ഓഫീസിൽ നിന്നാണ് മാർച്ചായി DMO ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എത്തിയത്. അതിന് തൊട്ടടുത്ത് പോലീസ് ബാരിക്കേഡ് തീർത്തിട്ടുണ്ടായിരുന്നു. ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞു. തുടർന്ന് ബാരിക്കേഡ് തള്ളി നീക്കാൻ വേണ്ടി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നീക്കം നടത്തി. ഇതേ തുടർന്നാണ് ജലപീരങ്കി ആദ്യം പ്രയോഗിച്ചത്. അതിനുശേഷം പോലീസ് പ്രവർത്തകർ പോലീസ് നേരെ കല്ലെറിഞ്ഞു. ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ എന്ന് പറയുന്നത് പ്രവർത്തകരെ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും പ്രദേശത്ത് സംഘർഷം ഇപ്പോഴും നിലനിൽക്കുകയാണ്. ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചത്. ഹൈബി ഈഡൻ MP ആണ് ഈ സമരം ഉദ്ഘാടനം ചെയ്തത്. സമരത്തിന് മുൻപും അതിനുശേഷവും പ്രദേശത്ത് സംഘർഷം നിലനിൽക്കുന്നു. ഇപ്പോൾ പ്രവർത്തകരും പോലീസും തമ്മിൽ കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. എന്തായാലും ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്. അതിനെ പ്രവർത്തകർ ചെറുക്കുകയാണ്. ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രവർത്തകർ ഈ ചെറുക്കുന്നു. എന്തായാലും ശക്തമായിട്ടുള്ള പ്രതിഷേധം വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നാണ് യൂത്ത് കോൺഗ്രസ് വ്യക്തമാക്കിയിട്ടുള്ളത്. കൊച്ചിയിൽ മാർച്ച് സംഘർഷഭരിതം ആവുകയാണ്. കൊച്ചിയിൽ പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് പോലീസ് അറസ്റ്റ് ചെയ്ത് പോലീസ് വാഹനത്തിനുള്ളിലേക്ക് കയറ്റുകയാണ് ചെയ്യുന്നത്. മുദ്രാവാക്യം വിളികളോടെ മറ്റ് പ്രവർത്തകർ തുടരുന്നുണ്ട്. ബലം പ്രയോഗിച്ച് പ്രവർത്തകരെ പോലീസ് ജീപ്പിലേക്ക് കയറ്റാനുള്ള പോലീസ് വാഹനത്തിലേക്ക് കയറ്റാനുള്ള ശ്രമമാണ്. കൊച്ചിയിൽ പ്രവർത്തകർ നിലത്ത് കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. വരും ദിവസങ്ങളിൽ പ്രതിഷേധം കടുപ്പിക്കുമെന്നാണ് പ്രവർത്തകർ പറയുന്നത്. തിരുവനന്തപുരം, കൊല്ലം, കൊച്ചി, പാലക്കാട് എന്നിവിടങ്ങളിൽ സംഘർഷഭരിതമായ അന്തരീക്ഷമാണ്. പ്രതിഷേധ പ്രവർത്തകരും പോലീസും തമ്മിൽ കയ്യാങ്കളിയുണ്ടായി. പല സ്ഥലത്തും ജലപീരങ്കി പ്രയോഗവും നടത്തി. പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് പോലീസ് വാഹനങ്ങളിൽ നീക്കുകയും ചെയ്യുന്നുണ്ട്.